നമസ്കാരം. നെറ്റ്വർക്ക് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെറുപുഴ പഞ്ചായത്തിൽ വീണ്ടും ഭരണമാറ്റം. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുറാണി ജോർജ് രാജിവെച്ചു. ജനുവരി 10 ഇന്ന് വരെയുള്ള ഈ പ്രസിഡന്റ് സ്ഥാനം ഞാൻ രാജിവെക്കുന്നതായിട്ട് അറിയിച്ച സെക്രട്ടറിയെ വ്യാഴാഴ്ച നടന്ന പഞ്ചായത്ത് ബോർഡിന് ശേഷമായിരുന്നു രാജി. കണ്ണപുരം കലാഗ്രാമം പദ്ധതി പാതിവഴിയിൽ നിലച്ചു. കേരള സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ നാടൻ കലകളുടെ സംരക്ഷണത്തിനും ഗവേഷണത്തിനും വേണ്ടി വിഭാവനം ചെയ്ത പദ്ധതി അവതാളത്തിൽ. പ്രദേശം കാടുകയറി മൂടുന്നു. മാട്ടൂൽ തെക്കുംപാട് പ്രദേശം ഉപ്പുവെള്ള ഭീഷണിയിൽ. പ്രദേശത്തെ കൃഷിഭൂമി ഉൾപ്പെടെ ഉപ്പുവെള്ളം കയറി നശിക്കുന്നു. ദേശീയ വെങ്കല ശില്പകലാ ക്യാമ്പിന് സമാപന സമ്മേളനം കേരള ഫോക്ലർ അക്കാദമി ചെയർമാൻ CJ കുട്ടപ്പൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ പിറന്ന ശില്പങ്ങളുടെ പ്രദർശനം വെള്ളിയാഴ്ച നടക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച കാസർഗോഡ് റവന്യൂ ജില്ലാതല അറബിക് ഫെസ്റ്റിൽ ആതിഥേയ ഉപജില്ലയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുറാണി ജോർജ് രാജിവെച്ചു. വ്യാഴാഴ്ച നടന്ന പഞ്ചായത്ത് ബോർഡിന് ശേഷമായിരുന്നു രാജി. പഞ്ചായത്ത് സെക്രട്ടറി ലാലി മാണിക്കാണ് രാജിക്കത്ത് കൈമാറിയത്. അതോടൊപ്പം നമുക്കറിയാം, നമ്മുടെ ചെറുപുഴയിലെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം വർഷങ്ങളായി നമ്മുടെ ചെറുപുഴ പ്രദേശത്തുകാരുടെ വലിയൊരു ആഗ്രഹവും ആവശ്യവുമായിരുന്നു. നമ്മുടെ ജോയി എബ്രാഹിം MP-യുടെ ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ അതിന് അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ എസ്റ്റിമേറ്റ് ഒക്കെ എടുത്ത് അത് നമ്മൾ അടുത്ത ഡിസംബറിന് മുമ്പായിട്ട് തന്നെ നമുക്ക് അതിന്റെ പണിയും പൂർത്തീകരിച്ച് ആ ഒരു കാര്യവും നമ്മുടെ ചെറുപുഴയ്ക്ക് നമുക്കൊരു ബസ് വിരിപ്പ് കാത്തിരിപ്പ് കേന്ദ്രവും കൂടി ലഭിക്കുന്നതാണ്. ചെറുപുഴ പഞ്ചായത്തിൽ കോൺഗ്രസും കേരള കോൺഗ്രസ് എമ്മും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് കോൺഗ്രസ് ഭരണസമിതിക്കുള്ള പിന്തുണ കേരള കോൺഗ്രസ് പിൻവലിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് LDF പിന്തുണയോടെ കേരള കോൺഗ്രസ് എമ്മിലെ കൊച്ചുറാണി ജോർജ് പ്രസിഡന്റായി. 19 അംഗങ്ങളുടെ ഭരണസമിതിയിൽ 9 അംഗങ്ങൾ കോൺഗ്രസിനും 2 പേർ കേരള കോൺഗ്രസ് എമ്മിനും 8 പേർ LDFനുമുണ്ട്. സംസ്ഥാന തലത്തിൽ കേരള കോൺഗ്രസ് എം UDFന്റെ ഭാഗമായതോടെയാണ് ചെറുപുഴ പഞ്ചായത്തിലും ഭരണമാറ്റത്തിന് കളമൊരുങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് അവസാനം കേക്ക് മുറിയിൽ ഒടുങ്ങി. കേരള കോൺഗ്രസ് എമ്മും കോൺഗ്രസും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്കും പടലപ്പിണക്കത്തിനും വിരാമമായി. അതോടൊപ്പം നമുക്കറിയാം, നമ്മുടെ ചെറുപുഴയിലെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം വർഷങ്ങളായി നമ്മുടെ ചെറുപുഴ പ്രദേശത്തുകാരുടെ വലിയൊരു ആഗ്രഹവും ആവശ്യവുമായിരുന്നു. നമ്മുടെ കോൺഗ്രസ് വിട്ട് CPMുമായി ഉണ്ടായിരുന്ന ബാന്ധവം അവസാനിപ്പിച്ച് വീണ്ടും കോൺഗ്രസിലേക്ക് ചേക്കേറിയ സംഭവത്തിന്റെ പിന്നിലെ കഥകൾ ഇങ്ങനെ. UDFന്റെ മലയോര മേഖലയിലെ പ്രധാന ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് എമ്മിന് കോൺഗ്രസിൽ നിന്നു തന്നെ റിബൽ ശല്യം കഴിഞ്ഞ 2 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നേരിടേണ്ടി വന്നതു മുതൽ ഇവർ തമ്മിൽ അകന്നു തുടങ്ങി. പിന്നീടത് വാക്പോരിൽ കലാശിച്ചു. സംഗതി മൂർച്ഛിച്ചപ്പോൾ അത് തെരുവിലേക്ക് മാറി. പിന്നീട് മൈക്ക് കെട്ടി കവലകൾ തോറും ഇരുകൂട്ടരും ആഘോഷിച്ചു. അതിനിടയിൽ വന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും കേരള കോൺഗ്രസിന്റെ സഹായത്തോടെ CPM പിടിച്ചെടുക്കാൻ സഹായിച്ചതോടെ കേരള കോൺഗ്രസ് മധുര പ്രതികാരം ചെയ്തു. 2017 ഓഗസ്റ്റ് മാസത്തിൽ ചെറുപുഴയിൽ നടന്ന ഒരു സംഘാടക സമിതി യോഗത്തിൽ ചായ കൊടുത്ത ഗ്ലാസിനെ ചൊല്ലി കോൺഗ്രസ് നേതാവ് നടത്തിയ പരിഹാസ്യ പരാമർശമാണ് ഭരണമാറ്റത്തിന് പെട്ടെന്നുണ്ടായ കാരണം. പിന്നീട് LDFുമായി ചേർന്ന് മാണി വിഭാഗത്തിലെ കൊച്ചുറാണി ജോർജ് പ്രസിഡന്റ് ആവുകയായിരുന്നു. ഇതാണ് 1.5 വർഷക്കാലത്തോളം ഇരുവരും തോളോട് തോൾ ചേർന്ന് ഭരിച്ചത്. എന്നാൽ മാണിയുടെ UDF പ്രവേശനത്തോടെ ചരിത്രം മാറുകയും ഇരുവിഭാഗവും തമ്മിലുള്ള പ്രശ്നം സംസ്ഥാന ജില്ലാതലത്തിൽ ചർച്ച ചെയ്ത് LDFുമായുള്ള ബാന്ധവം അവസാനിപ്പിച്ച് കൂടുവിട്ട് കൂടുമാറാൻ മാണി ഗ്രൂപ്പിനെ പ്രേരിപ്പിച്ചത്. പഞ്ചായത്ത് ഭരണസമിതിക്ക് ശേഷം മാധ്യമപ്രവർത്തകരെയും പഞ്ചായത്ത് ജീവനക്കാരെയും വിളിച്ചു ചേർത്ത് കേക്ക് മുറിച്ച് തന്റെ ഭരണകാലത്തെ ഭരണനേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞതിനു ശേഷമാണ് കൊച്ചുറാണി ജോർജ് രാജിവിവരം വെളിപ്പെടുത്തിയത്. ഈ ഭരണസമിതി അധികാരത്തിൽ വരുവാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് നല്ല പ്രോത്സാഹനവും സഹായവും സഹകരണവുമായി കൂടി നിന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന്
ഈ 2019 ജനുവരി 10-ാം തീയതി ഇന്ന് വരെയുള്ള ഈ പ്രസിഡന്റ് സ്ഥാനം ഞാൻ രാജിവെക്കുന്നതായിട്ട് അറിയിച്ച് സെക്രട്ടറിയെ രാജി സമർപ്പിക്കുകയാണ്. ഏതായാലും ചായക്കോപ്പയിൽ തുടങ്ങിയ കൊടുങ്കാറ്റ് ഒരു കേക്ക് മുറിയിൽ അവസാനിപ്പിച്ചത് നന്നായി. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി മനോജ് ചെറുപുഴ. പ്രമുഖ മാവോയിസ്റ്റ് നേതാവിന്റെ മകളെ പീഡിപ്പിച്ച അമാനവ നേതാവ് രജീഷ് പോളിനെതിരെ പരിയാരം മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. നേരത്തെ പാലക്കാട് സ്റ്റേഷനിൽ ചാർജ് ചെയ്ത കേസ് സംഭവം നടന്നത് പരിയാരം സ്റ്റേഷൻ പരിധിയിലെ പ്ലാത്തറയിലെ വാടക വീട്ടിലായതിനാലാണ് കേസ് ഇവിടേക്ക് റഫർ ചെയ്തത്. പരിയാരത്ത് പുതുതായി FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തടവിൽ കഴിയുന്ന മാവോയിസ്റ്റ് ദമ്പതികളുടെ മകളാണ് പീഡനത്തിനിരയായത്. തന്റെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന രജീഷ് പോൾ തന്നെ പീഡനത്തിനിരയാക്കിയതായി പെൺകുട്ടി ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്നു പറയുകയായിരുന്നു. മീറ്റു ക്യാമ്പയിന്റെ ഭാഗമായിരുന്നു പെൺകുട്ടിയുടെ തുറന്നു പറച്ചിൽ. ശേഷം പരാതിയുമായി പാലക്കാട് പോലീസിനെ സമീപിക്കുകയും ചെയ്തു. പരാതിക്കാരിയായ പെൺകുട്ടി ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ജോലി ചെയ്തു വരികയാണ്. പരിയാരം പ്രിൻസിപ്പൽ SI VR വിനീഷ് പരാതിക്കാരിയുമായി ബന്ധപ്പെട്ടെങ്കിലും അവധിക്ക് നാട്ടിൽ വരുമ്പോൾ പോലീസുമായി ബന്ധപ്പെടാമെന്ന മറുപടിയാണ് ലഭിച്ചത്. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തലും മെഡിക്കൽ ടെസ്റ്റും കഴിഞ്ഞാൽ മാത്രമേ പോലീസിന് ഇക്കാര്യത്തിൽ ഇനി എന്തെങ്കിലും തുടർ നടപടികൾ സ്വീകരിക്കാനാകൂ. കഴിഞ്ഞ വർഷം ആഗസ്റ്റ് 1-നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പിലാത്രയിലെ വാടക വീട്ടിൽ വെച്ച് അമാനവ നേതാവും ചെമ്പേരി സ്വദേശിയുമായ രജീഷ് പോൾ തന്നെ പീഡിപ്പിച്ചതെന്ന് പെൺകുട്ടി വെളിപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, പിലാത്ര. കണ്ണപുരം കലാഗ്രാമം പദ്ധതി പാതിവഴിയിൽ നിലച്ചു. കേരള സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ നാടൻ കലകളുടെ സംരക്ഷണത്തിനും ഗവേഷണത്തിനും വേണ്ടി വിഭാവനം ചെയ്ത പദ്ധതി അവതാളത്തിൽ. പ്രദേശം കാടുകയറി മൂടുന്നു. പദ്ധതിക്കായി നിർമ്മിച്ച സ്റ്റേജിൽ പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ കേന്ദ്രമാക്കി മാറ്റി. പ്രതിഷേധം വ്യാപകമാവുകയാണ്. നാടൻ കലകളുടെ ഈറ്റില്ലമായ കണ്ണൂരിൽ നാടൻ കലകളുടെ പരിപോഷണത്തിനായി സ്ഥാപിച്ച കലാഗ്രാമം നാശത്തിലേക്ക്. നാടൻ കലകളുടെ പരിപോഷണത്തിന് കണ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെ കണ്ണപുരം തൃക്കോത്ത് സൗകര്യങ്ങളൊരുക്കിയിരുന്നു. 50 ലക്ഷം രൂപ ചിലവിൽ സ്റ്റേജും അനുബന്ധ കെട്ടിടങ്ങളും നിർമ്മിച്ചു. സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടന ചടങ്ങ് നടത്തി. എന്നാൽ ഇന്ന് ഇവിടുത്തെ അവസ്ഥ ഏറെ ദയനീയമാണ്. കലാകാരന്മാരോടുള്ള അവഗണനയുടെ പ്രതീകമായി മാറിയിരിക്കുന്നു ഈ പ്രദേശം. 2009-10 കാലഘട്ടത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും അന്നത്തെ ഫോക്കലോർ അക്കാദമി സെക്രട്ടറിയും ചേർന്ന് കണ്ണപുരത്ത് കലാഗ്രാമം ഒരുക്കാനായി 5 കോടി രൂപയുടെ വിശദമായ എസ്റ്റേറ്റ് സർക്കാരിന് സമർപ്പിച്ചിരുന്നു. അന്തർദേശീയ തലത്തിലുള്ള നാടൻ കലകളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നതിനും കലാ അവതരണം നടത്തുന്നതിനുമുള്ള ഒരു സ്ഥിരം വേദിയാണ് കണ്ണപുരം കലാഗ്രാമം ലക്ഷ്യമിട്ടത്. പ്രതിമാസ കലാപരിപാടികളും UGC അംഗീകാരമുള്ള ഒരു നാടൻ കലാ ഗവേഷണ കേന്ദ്രവും ലക്ഷ്യമിട്ടിരുന്നു. നാടൻ കലകളുടെ വിവരശേഖരണവും തെയ്യം കലാപഠനം, മ്യൂസിയം എന്നിവയെല്ലാം നിർമ്മിക്കാൻ പദ്ധതിയുണ്ടായിരുന്നു. MLA ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇവിടെ കെട്ടിടം പണിതത്. പുരോഗമനപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി താല്പര്യമെടുക്കുകയും കണ്ണപുരം പഞ്ചായത്ത് അടക്കമുള്ളവർ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരികയും ഇതിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ഇതിന്റെ മറ്റു പ്രവർത്തനങ്ങൾ തുടർ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എങ്കിൽ പോലും ഇതിന്റെ ഈ സുരക്ഷിതത്വത്തിന് വേണ്ടി ഈ തെയ്യം കലാഗ്രാമത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി പഞ്ചായത്ത് അധികൃതർ കാര്യമായി ഇടപെടുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. കാരണം ഇവിടെ മാലിന്യ നിക്ഷേപം, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ സമയബന്ധിതമായി ശേഖരിച്ചുകൊണ്ട് സംസ്കരിക്കാനുള്ള സംവിധാനം പഞ്ചായത്ത് തലത്തിലും സർക്കാർ തലത്തിലും ആവിഷ്കരിച്ചു വരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇത്തരം സമീപനവുമായി പഞ്ചായത്ത് അധികൃതർ മുന്നോട്ട് പോകുന്നത്. വളരെ ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. നേരത്തെ ഉണ്ടായിരുന്ന UDF സർക്കാരും തുടർന്ന് വന്ന LDF സർക്കാരും പദ്ധതി നടപ്പാക്കാനാവശ്യമായ സഹകരണങ്ങൾ നൽകി. എന്നാൽ ഇത് പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനുള്ള കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു. കണ്ണപുരം കലാഗ്രാമത്തിനോടുള്ള സാംസ്കാരിക വകുപ്പിന്റെയും സർക്കാരിന്റെയും അവഗണനയിൽ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. മാട്ടൂൽ തെക്കുംപാട് പ്രദേശം ഉപ്പുവെള്ള ഭീഷണിയിൽ. പ്രദേശത്തെ കൃഷിഭൂമി ഉൾപ്പെടെ ഉപ്പുവെള്ളം കയറി നശിക്കുന്നു. ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. മാട്ടൂൽ പഞ്ചായത്തിലെ 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട തെക്കുംപാട് പ്രദേശം ഉപ്പുവെള്ളം കയറൽ ഭീഷണിയിൽ. കൃഷിഭൂമിയിലും കിണറുകളിലും ഉപ്പുവെള്ളം കയറിയിട്ടുണ്ട്. ഉപ്പുവെള്ളം കയറി തെങ്ങുകളും വ്യാപകമായി നശിച്ചിട്ടുണ്ട്. നെൽകൃഷിയുണ്ടായിരുന്ന വയലുകളിലെല്ലാം ഉപ്പുവെള്ളം കയറിയിരിക്കുകയാണ്. പുഴയ്ക്ക് സംരക്ഷണ ഭിത്തി കെട്ടാത്തത് കാരണം വൻതോതിലുള്ള കരിയിടിച്ചിൽ മൂലമാണ് ഉപ്പുവെള്ളം വ്യാപകമായി കയറിയത്.
തെക്കുംപാട് തയക്കാവ് കൂലോം പ്രദേശത്താണ് തെങ്ങുകൾ നശിച്ചിട്ടുള്ളത്. പഞ്ചായത്തിലെ 4-ാം വാർഡിൽപ്പെട്ട തെക്കുംപാട് ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ അധികൃതർ പദ്ധതി ആവിഷ്കരിച്ചെങ്കിലും നടപ്പിലാകാത്തത് കാരണം ഉപ്പുവെള്ള പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ്. പുഴയിൽ നിന്ന് വെള്ളം കയറുന്ന ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തി കെട്ടി ഉപ്പുവെള്ളം കയറുന്നത് തടയണമെന്നാണ് തെക്കുംപാട് നിവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ദേശീയ വെങ്കല ശില്പകലാ ക്യാമ്പിന് സമാപനം. ഡിസംബർ 23-ന് ആരംഭിച്ച ക്യാമ്പിന്റെ സമാപന സമ്മേളനം കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ CJ കുട്ടപ്പൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ പിറന്ന ശില്പങ്ങളുടെ പ്രദർശനം വെള്ളിയാഴ്ച നടക്കും. ശില്പശാലയിലെ ക്യാമ്പിൽ നിർമ്മിതി സംഗമത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒട്ടനവധി ആളുകൾ, ചിത്രകാരന്മാർ, ശില്പികൾ തുടങ്ങിയ ഒട്ടേറെ കലാകാരന്മാരുണ്ടായിരുന്നു. അവിടെ വന്നെത്തി അവിടെ അന്ന് ആ ലോഹാറിൽ പങ്കെടുത്ത കുറേ മുഖങ്ങൾ ഇപ്പോൾ ഇവിടെയുണ്ട്. ഛത്തീസ്ഗഡിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ശില്പികൾ, വെങ്കലത്തിൽ ശില്പങ്ങൾ തീർക്കുന്ന. സമാപന സമ്മേളനത്തിൽ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ നേമം പുഷ്പരാജ് അധ്യക്ഷനായി. ചടങ്ങിൽ ശില്പികളെ ആദരിച്ചു. കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി പൊന്നിയം ചന്ദ്രൻ ക്യാമ്പിന്റെ അവലോകനം നടത്തി. രവീന്ദ്രൻ തൃക്കരിപ്പൂർ, CKP പത്മനാഭൻ, MTP നൂറുദ്ദീൻ, PV പ്രീത, M കുഞ്ഞിരാമൻ, KH സുബ്രഹ്മണ്യൻ, PV ബാലൻ, PV ശ്യാമള, രാമചന്ദ്രൻ കുഞ്ഞിമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിലൊരുങ്ങിയ ശില്പങ്ങളുടെ പ്രദർശനം വെള്ളിയാഴ്ച നടക്കും. ജില്ലയിലെ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിക്കാൻ പഴയങ്ങാടി റിവ്യൂ പാർക്ക് പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. പഴയങ്ങാടി റിവ്യൂ പാർക്ക് പ്രവൃത്തി അന്തിമഘട്ടത്തിൽ. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പ്രവൃത്തി വീണ്ടും ആരംഭിച്ചത്. ഏഴോം പഞ്ചായത്തിലെ പഴയങ്ങാടി മുട്ടുകണ്ടി പുഴയോരത്തെ റിവർവ്യൂ പാർക്ക് പ്രവൃത്തി പുരോഗമിക്കുന്നു. 2017 ഏപ്രിൽ മാസത്തിൽ ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷമാണ് ആരംഭിച്ചത്. പദ്ധതിക്ക് 90 ലക്ഷം രൂപയാണ് ഭരണാനുമതി നൽകിയിരിക്കുന്നത്. 500 മീറ്റർ നടപ്പാത, ബോട്ട് ജെട്ടി, കൈവരികൾ, ഇരിപ്പിടങ്ങൾ, പവലിയൻ, റെയിൻ ഷെൽട്ടറുകൾ, കഫ്തേരിയ, ശുചിമുറികൾ തുടങ്ങിയവയാണ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നത്. ശുചിമുറിയും നടപ്പാതയിലെ ഇന്റർലോക്കും പൂർത്തിയായി കഴിഞ്ഞു. ഇരിപ്പിടത്തിന്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുവരുന്നത്. ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന പദ്ധതി പൂർത്തിയായാൽ ജില്ലയിലെ ടൂറിസം ഭൂപടത്തിൽ പഴയങ്ങാടി റിവർവ്യൂ പാർക്കും ഇടം പിടിക്കും. കല്യാശ്ശേരി മണ്ഡലം MLA TV രാജേഷിന്റെ ഇടപെടലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. 90 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിക്കുന്ന പദ്ധതി ഉടൻ തുറന്നുകൊടുക്കാൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിൽ. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച റവന്യൂ ജില്ലാതല അറബിക് ഫെസ്റ്റിൽ ആതിഥേയ ഉപജില്ലയ്ക്ക് കിരീടം. തൃക്കരിപ്പൂർ തങ്കയം LP സ്കൂളിൽ നടന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ അറബി അധ്യാപക ഫെസ്റ്റിൽ ചെറുവത്തൂർ ഉപജില്ല ജേതാക്കളായി. തങ്കയം ALP സ്കൂളിൽ നടന്ന ഫെസ്റ്റിൽ 45 പോയിന്റ് നേടിയാണ് ചെറുവത്തൂർ ഉപജില്ല ജേതാക്കളായത്. 23 പോയിന്റ് വീതം നേടി ബേക്കൽ, ഹോസ്ദുർഗ് ഉപജില്ലകൾ 2ഉം 21 പോയിന്റ് നേടി മഞ്ചേശ്വരം ഉപജില്ല 3ാം സ്ഥാനവും നേടി. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C രവി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിലെ 7 സബ് ജില്ലകളിൽ ഇതുപോലെ അധ്യാപക കലാപരിപാടികൾ നടന്നു കഴിഞ്ഞു. അതിനുശേഷം ജില്ലാതലത്തിൽ 100ഓളം അധ്യാപകർ പങ്കെടുക്കുന്ന ഒരു സംഘമാണിത്. ഇവിടെ നിന്ന് ഈ പരിപാടി കഴിഞ്ഞ് സംസ്ഥാന തലത്തിൽ ഈ പരിപാടി പങ്കെടുക്കേണ്ടതുണ്ട്. മുസ്ലിം എഡ്യൂക്കേഷണൽ ഇൻസ്പെക്ടർ TP ഹാരിസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ICT ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് P അബ്ദുറഹ്മാനെ സെന്റ് പോൾസ് സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് തണ്ണിക്കോട് ആദരിച്ചു. ഭാഷകളെയെല്ലാം കൈനീട്ടി സ്വീകരിക്കുന്ന നമ്മുടെ നാട്ടിൽ അറബി ഭാഷയ്ക്ക് സ്കൂളുകളിൽ ട്യൂഷൻ ഏർപ്പെടുത്താനാവുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. തങ്കയം സ്കൂളിലെ മുഖ്യാധ്യാപിക KP മീന, M മുഹമ്മദ് അഷ്റഫ്, KPC മുഹമ്മദ് കുഞ്ഞി, യൂസഫ് ആമത്തല, K ഷിഹാബുദ്ദീൻ, MTP ഇസ്മയിൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാസർഗോഡ് വിമാനത്താവളം പെരിയയിൽ യാഥാർത്ഥ്യമായാൽ ഉദ്ഘാടന ചടങ്ങ് ഏതു രീതിയിലാവും? സദസ്സിനെ കൗതുകത്തിലാഴ്ത്തി വാർത്താവായന മത്സരം. തങ്കയം LP സ്കൂളിൽ നടന്ന അറബിക് സാഹിത്യോത്സവത്തിലെ വാർത്താവായന മത്സരത്തിലാണ് വേറിട്ട അനുഭവം. سيفتتح المكان الداخلي
കാസർഗോഡ് വിമാനത്താവളം പെരിയയിൽ യാഥാർത്ഥ്യമായാൽ ഉദ്ഘാടന ചടങ്ങ് ഏതു രീതിയിലാകും? എല്ലാവരും അത്ഭുതം പ്രകടിപ്പിക്കും. പ്രാഥമിക ഘട്ടം പോലും കടന്നിട്ടില്ലല്ലോ എന്ന കമന്റും വന്നേക്കും. എന്നാൽ വ്യാഴാഴ്ച തൃക്കരിപ്പൂർ തങ്കയം LP സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച റവന്യൂ ജില്ലാതല അറബിക് ഫെസ്റ്റിൽ അധ്യാപകർക്കായി നടന്ന വാർത്താ പ്രക്ഷേപണ മത്സരത്തിൽ ഉദ്ഘാടന ചടങ്ങ് നടന്നതായി വാർത്ത. 5 ഉപജില്ലകളിൽ നിന്നും മത്സരാർത്ഥികൾ പങ്കെടുത്ത ഇനത്തിൽ വേദിയിൽ അവതാരകർ ഉദ്ഘാടനത്തിന് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി എത്തി ഉദ്ഘാടനം നിർവഹിക്കുമെന്നായിരുന്നു വാർത്ത വായിച്ചത്. 5 മിനിറ്റ് മുൻപ് നൽകിയ വിഷയത്തിൽ പെട്ടെന്ന് തയ്യാറാക്കി അവതരിപ്പിച്ച വാർത്ത സദസ്സിൽ ചിരി പടർത്തി. കാസർഗോഡ് എയർപോർട്ട് ഉദ്ഘാടന ചടങ്ങായിരുന്നു വിഷയമായി നൽകിയത്. വിവിധ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും ജനപ്രതിനിധികളും പ്രസംഗിച്ചതായി മത്സരാർത്ഥികൾ വാർത്തയിൽ വായിച്ചു. മലബാർ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉത്സവഛായ ഉദ്ഘാടന ചടങ്ങിന് കൈവന്നതായും ചിലർ വാർത്ത നൽകി. ലോവർ പ്രൈമറി മുതൽ ഹൈസ്കൂൾ വരെയുള്ള അധ്യാപകരായിരുന്നു പ്രസംഗ മത്സരം, കവിതാലാപനം, മോണോ ആക്ട്, രാഗകേളി, സംവാദം, അക്ഷരശ്ലോകം, ടീച്ചിംഗ് മാനുവൽ നിർമ്മാണം, വാർത്താ പ്രക്ഷേപണം, കവിതാ കഥാരചനകൾ, അറബിക് ഗാനം, ടീച്ചിംഗ് എയ്ഡ് നിർമ്മാണം എന്നിവയ്ക്കൊപ്പം ഏറെ ചാരുതയുള്ള കാലിഗ്രാഫിയിൽ ഉൾപ്പെടെ 16 ഇനങ്ങളിൽ മത്സരിച്ചത്. മഞ്ചേശ്വരം മുതൽ ചെറുവത്തൂർ വരെയുള്ള 7 ഉപജില്ലകളിൽ നിന്നും 125ഓളം അധ്യാപകർ ജില്ലാതല അറബിക് അധ്യാപക സംഗമത്തിന്റെ ഭാഗമായി നടത്തിയ മത്സരങ്ങളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ജൈവ വൈവിധ്യത്തിനു ഭീഷണിയായി മാടായിപ്പാറയിൽ 2 മാസക്കാലമായി കൂട്ടിയിടിയിരിക്കുന്ന കരിങ്കൽ ജെല്ലികൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകർ പ്രതിഷേധ കൂട്ടപരിപാടി സംഘടിപ്പിച്ചു. പരിസ്ഥിതി പ്രവർത്തകനും മാടായിപ്പാറ സംരക്ഷണ സമിതി സെക്രട്ടറിയുമായ KP ചന്ദ്രാകന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഭക്തജനങ്ങൾ മാടായിക്കാവിലേക്കും വടുകുന്നേരിലേക്കും ഈ ഭാഗത്തു നിന്ന് വടുകുന്നേരിലേക്കും ഈ ഭാഗത്തു നിന്ന് മാടായിക്കാവിലേക്കും പോകുന്ന വഴിയാണിത്. ആ വഴിയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. നൂറുകണക്കിന് ജീവികളെ അതിന്റെ ആവാസ വ്യവസ്ഥയോടൊപ്പം കുഴിച്ചുമൂടിയിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനാലാണ് മലബാർ പരിസ്ഥിതി സമിതിയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരത്തിനിറങ്ങിയത്. 25 വർഷക്കാലത്തെ സമരവും നിതാന്ത ജാഗ്രതയും കൊണ്ട് സംരക്ഷിച്ചുവന്ന മാടായിപ്പാറയിലെ ഇപ്പോഴത്തെ ദുരന്തം നീതീകരിക്കാനാവാത്തതാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത് മാടായിപ്പാറ സംരക്ഷണ സമിതി സെക്രട്ടറി KP ചന്ദ്രാംഗതൻ പറഞ്ഞു. അടിയന്തരമായി എനിക്ക് ഇതിനുള്ള റിപ്പോർട്ട് തരണമെന്ന് ആജ്ഞാപിക്കുകയും ഉണ്ടായി. ആ റിപ്പോർട്ട് തട്ടിപ്പടച്ചിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്തോ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വനം വകുപ്പ് അത് നമുക്ക് അനുകൂലമായിട്ടുള്ള ശക്തിമത്തായ ഒരു റിപ്പോർട്ട് നൽകാം എന്ന് നമ്മളോട് ഏറ്റിട്ടുണ്ട്. നിശ്ചയമായും ആ വഴിക്ക് ഞങ്ങൾ നീങ്ങുന്നുണ്ട്. അതുകൂടാതെ കേസിന് പോകുന്നുണ്ട്. അതിനെല്ലാം തന്നെ ഉപരിയായി ബഹുജനങ്ങളുടെ ഏറ്റവും വലിയ സമരമാണ് ഇതിന് ആധാരം എന്ന് മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. ആയിരക്കണക്കിന് ആളുകളുടെ കുടിവെള്ള സ്രോതസ്സാണ് നശിക്കുന്നത്. ഇതിനെതിരെ ജനങ്ങൾ രംഗത്തിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടർ സമരങ്ങൾക്ക് പരിസ്ഥിതി സമിതി രൂപരേഖയുണ്ടാക്കി. ഭാസ്കരൻ വെള്ളൂർ, രാഘവൻ U, രവി IV, രാഘവൻ P, ബാബുരാജ്, ബൈജു കീഴറ, PV കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പ്രകടനപരതയിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് മാത്രം സ്വന്തം നാട്ടുകാർക്ക് പോലും സോമൻ കരിവെള്ളൂർ എന്ന സാഹിത്യകാരനെ പരിചയമുണ്ടാകില്ല. എന്നാൽ സാഹിത്യത്തിലെ ചലനങ്ങളെ നിരീക്ഷിക്കുന്നവർക്ക് അത്ര പരിചിതനല്ല ഈ കരിവെള്ളൂരുകാരൻ. താൻ ജീവിക്കുന്ന സമൂഹത്തോട് ഏറെ കരുതലുള്ളയാളാണ് സോമൻ കരിവെള്ളൂർ. ദീർഘകാലം ഗൾഫുകാരനായി ജീവിച്ചിട്ടും തൻ്റെ രചനകളിൽ കരിവെള്ളൂരിൻ്റെ അല്ലെങ്കിൽ മലയാളിയുടെ പരിസരമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ചെറുതും വലുതുമായ കഥകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. റാഞ്ചി കൊണ്ടുപോകവേ കോഴിക്കുഞ്ഞിനോട് കഴുകൻ പറഞ്ഞു, നീ എന്റെ കാൽക്കീഴിൽ സുരക്ഷിതനാണ്. കഴുകൻ എന്ന് പേരിട്ട ഒരു വാചകത്തിൽ ഒതുക്കുന്ന മിനിക്കഥ വിശാലമായ അർത്ഥതലങ്ങളുടെ ആകാശമാണ് നമുക്ക് മുന്നിൽ തുറന്നിടുന്നത്. ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങളിൽ എന്നും ഒറ്റപ്പെടുന്നവർ കുട്ടികൾ മാത്രമായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്ന കഥയാണ് തീർത്ഥാടനങ്ങൾ. നിരാലംബരായ അമ്മയും കുഞ്ഞും തിരക്കുള്ള ബസ്സിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യുമ്പോൾ ധ്യാന കേന്ദ്രത്തിൽ നിന്നും മടങ്ങിപ്പോകുന്ന 2 വനിതകൾ ആത്മീയ സുഖവും ശാന്തിയും ചർച്ച ചെയ്യുന്ന ചൊവ്വാദോഷം എന്ന കഥ വർത്തമാനകാലത്തും ഏറെ വായിക്കപ്പെടേണ്ട ഒന്നാണ്. സാമ്പത്തിക സുരക്ഷിതത്വം മാത്രം ലക്ഷ്യമിട്ട് ഒറ്റയ്ക്ക് ജീവിതം തള്ളി നീക്കി മുന്നോട്ടു പോകുമ്പോൾ നാടും വീടും വീട്ടുകാരുമായുള്ള ആത്മബന്ധം നേർത്തുപോകുന്ന ഒരു ശരാശരി ഗൾഫുകാരൻ്റെ ജീവിതം ദീർഘകാലം ഗൾഫിൽ കഴിയേണ്ടി വന്ന സോമൻ കരിവെള്ളൂരിന് അറിയാം. ഇദ്ദേഹം ഒരു കഥാകാരൻ മാത്രമല്ല, ലേറ്റസ്റ്റ് പത്രത്തിന്റെ ലേഖകനായിരുന്നു. പല മാസികകളിലും അതുപോലെ വാരികകളിലും അതുപോലെ മറ്റ് സോവനീരുകളിലും ഒരുപടി കഥകൾ ഞാൻ എഴുതി. എല്ലാത്തിനും നല്ല അംഗീകാരമാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഞാൻ 5 പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചു. കവിതകളും ചെറുകഥകളും മിനി കഥകളുമായിട്ട്.
പിന്നെ മറ്റ് ചെറിയ ചെറിയ സീരിയലുകൾക്കൊക്കെ കവിതയും അതുപോലെ കഥകളും സ്ക്രിപ്റ്റുകൾ വിഷ്വൽസ് ഇതൊക്കെ ഞാൻ എഴുതുന്നുണ്ട്. ഇന്നും ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ ചെറുപ്പകാലത്ത് ലേഖനങ്ങൾ എഴുതിയിരുന്നു. ഇപ്പോഴും ചെറുകഥകൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. വെറും കഥകളല്ല അവയെന്ന് അത് വായിക്കുന്നവർക്ക് തന്നെ ബോധ്യമാകും. ഇപ്പോൾ കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനാണ് സോമൻ. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചെറുവത്തൂർ ഉപജില്ലാ സമ്മേളനം 12-ന് ശനിയാഴ്ച പിലിക്കോട് ഫൈനാൻസ് സൊസൈറ്റി ഹാളിൽ ചേരും. ഭരണഘടനാ സാക്ഷരതാ ജനകീയ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായുള്ള ഭരണഘടനാ സാക്ഷരതാ സന്ദേശയാത്ര ജനുവരി 14-ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കുമെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അറിയിച്ചു. ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ കേരള നിയമസഭയും സാക്ഷരതാ മിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന യാത്ര ജനുവരി 24-ന് തിരുവനന്തപുരം വെങ്ങാനൂരിൽ സമാപിക്കും. ഭരണഘടനാ ക്ലാസുകൾ അവിടെ സംഘടിപ്പിക്കുന്നതോടൊപ്പം കേരളത്തിലെ എല്ലാ സെക്കൻഡറി തലത്തിലുള്ള വിദ്യാർത്ഥികൾക്കും നിയമസഭയിൽ വരാനും നിയമസഭാ നടപടിക്രമങ്ങൾ കാണാനും അതുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ നൽകാനും ഒരു ഏകദിന പഠന പരിപാടിയായിട്ടൊരു മൊഡ്യൂൾ നമ്മൾ തയ്യാറാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനകീയ വിദ്യാഭ്യാസ പരിപാടി 26-ന് റിപ്പബ്ലിക് ദിനത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന ഭരണഘടനാ സംരക്ഷണ സംഗമത്തോടെ സമാപിക്കുമെന്ന് സ്പീക്കർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. തുല്യതാ പഠിതാക്കൾ, പ്രേരക്മാർ, സാക്ഷരതാ പ്രവർത്തകർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നും 14-ന് വൈകിട്ട് 4 മണിക്ക് ആരംഭിക്കുന്ന യാത്ര സംസ്ഥാനത്തെ 54 കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിക്കും. യാത്ര എത്തിച്ചേരുന്ന കേന്ദ്രങ്ങൾക്ക് നവോത്ഥാന നായകരുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പേരാണ് നൽകിയിരിക്കുന്നത്. എല്ലാ കേന്ദ്രങ്ങളിലും ഭരണഘടനാ സാക്ഷരതാ പ്രദർശനവും ഉണ്ടായിരിക്കും. കഴിഞ്ഞ വർഷം നവംബർ 26-നാണ് ജനകീയ വിദ്യാഭ്യാസ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന, ജില്ലാ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ റിസോഴ്സ് പേഴ്സൺ പരിശീലനം പൂർത്തിയാക്കി വാർഡുകളിൽ ക്ലാസുകൾ നടന്നുവരികയാണ്. വാർത്താ സമ്മേളനത്തിൽ സാക്ഷരതാ മിഷൻ ഡയറക്ടർ PS ശ്രീകലയും പങ്കെടുത്തു. ക്ലാസുകൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞു. വാർഡ് തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. BJT ഹാളിൽ ഒരു മാസം മുമ്പാണ് ഉദ്ഘാടനം ചെയ്തത്. സാക്ഷരതാ മിഷനുമായി ചേർന്ന് നടത്തുന്ന ഈ പരിപാടിയുടെ ജനകീയ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായിട്ട് ഒരു സംസ്ഥാനതല ഭരണഘടനാ സാക്ഷരതാ സന്ദേശയാത്ര സംഘടിപ്പിക്കുകയാണ്. തില്ലങ്കേരിയിലെ ചരിത്രം പറഞ്ഞ് 1948 കാലം പറഞ്ഞതെന്ന ചിത്രം ശ്രദ്ധേയമാകുന്നു. ഈ മാസം 4-നാണ് ചിത്രം തിയേറ്ററിലെത്തിയത്. നമ്മൾ ഒന്നിച്ചെടുത്ത തീരുമാനങ്ങൾ നടക്കണം. ചരിത്രത്തിലേക്കാണ് നമ്മുടെ യാത്ര. കണക്കുകൂട്ടുകൾ ആദ്യമായി തെറ്റിപ്പോയി. മാറ്റങ്ങൾ അറിഞ്ഞിട്ടും അവരുടെ കരുത്തറിയാതെ പോയി. കാണേണ്ട സിനിമ എന്ന അഭിപ്രായം പ്രേക്ഷകരിൽ നിന്ന് ഉയർന്നതോടെ റിലീസായ തിയേറ്ററുകളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്ന് മോചിതരായപ്പോഴും ജന്മിത്വത്തിൽ നിന്നും നാടുവാഴിത്വത്തിൽ നിന്നും മോചനം ലഭിക്കാതെ അടിമകളെപ്പോലെ കഴിയേണ്ടി വന്ന നമ്മുടെ പൂർവികരുടെ ജീവിതമാണ് സിനിമയുടെ ഇതിവൃത്തം. കണ്ണൂർ മട്ടന്നൂരിനടുത്ത തില്ലങ്കേരി ഗ്രാമത്തിലെ പാവപ്പെട്ട മനുഷ്യരുടെ കഥയാണിത്. തോക്കിനും വെടിയുണ്ടകൾക്കു മുന്നിലും വിരിമാറ് കാണിച്ച പച്ചമനുഷ്യരായ കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിതം. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ചരിത്രത്തോട് സത്യസന്ധത പുലർത്തുന്ന സിനിമയാണ് 1948 കാലം പറഞ്ഞത് എന്നാണ് പൊതുജനാഭിപ്രായം. നാടിന്റെ പൊള്ളുന്ന ചരിത്രം പറയുമ്പോഴും ഗ്രാമീണ ജീവിതത്തിന്റെ നന്മയും താളവും ചേർത്ത് സിനിമയെ മനോഹരമാക്കാൻ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് പ്രേക്ഷകരെ ഈ സിനിമയിലേക്ക് ആകർഷിക്കുന്നത്. തില്ലങ്കേരി രക്തസാക്ഷികളിൽ ഒരാളായ വെള്ളുവക്കണ്ടി രാമന്റെ അനുജൻ വെള്ളുവക്കണ്ടി കണ്ണന്റെ മകളുടെ മകനാണ് സിനിമയുടെ സംവിധായകൻ രാജീവ് നടുവനാട്. നമ്മുടെ ഇന്നത്തെ ഈ കെട്ടകാലത്ത്, അതായത് പിന്നെ മതേതരമായിട്ട് പിന്നെ എല്ലാ സംഭവ രാഷ്ട്രീയപരമായിട്ടും ഒക്കെ നോക്കുമ്പോൾ ഒരു അജണ്ട വെച്ചിട്ട് പഴയ കാലത്തിലേക്ക് നമ്മുടെ കേരളത്തിനെ അല്ലെങ്കിൽ ഇന്ത്യയെ തിരിച്ചുകൊണ്ടുപോകാൻ മുമ്പിൽ കൊള്ളുന്ന സവർണ ഫാസിസ്റ്റുകളുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കാലം പറഞ്ഞത് എന്ന സിനിമ 1940കളിൽ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് കേരളം ഈ ഇന്ന് കാണുന്ന ഈ രീതിയിലേക്ക് കെട്ടിപ്പടുക്കപ്പെട്ടത് എന്ന് ആവർത്തിച്ച് പറയുന്നൊരു സിനിമയാണ് 1948 കാലം പറഞ്ഞത്. ഇന്നത്തെ യൂത്ത് മൊത്തം പഴയ കാലഘട്ടം എന്താണെന്ന് അറിയാത്തവർ, ഈ കേരളം എങ്ങനെ ഉണ്ടായി, എങ്ങനെ രൂപപ്പെട്ടു എന്ന് അറിയാതെ ഈ യൂത്തിന് വേണ്ടി ഉള്ളത് തന്നെയാണ് ഈ സിനിമ എന്ന് തന്നെ പറയാം. 48 കാലഘട്ടമാണ് പറയുന്നതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ
വേരോടിയതും അത് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പാർട്ടിയുടെ കെട്ടുറപ്പിൽ കേരളം ഇന്നത്തെ രീതിയിലേക്ക് മാറ്റപ്പെടുകയുണ്ടായി. നേരിട്ടറിയുന്ന സ്വന്തം മണ്ണിന്റെ ചരിത്രം മാത്രമല്ല ജീവിതവും സംവിധായകൻ സിനിമയിലേക്ക് ഒപ്പിയെടുക്കുന്നു. കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരന്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതവും ചേർന്ന ഗാനങ്ങൾ ശ്രുതിമാധുര്യം നിറഞ്ഞതാണ്. പി ജയചന്ദ്രൻ, KG മാർക്കോസ് എന്നിവരടക്കമുള്ളവരാണ് പാടിയത്. ബാല, സായികുമാർ, മനോജ് KJN, ശ്രീജിത്ത് രവി, കൊച്ചുപ്രേമൻ തുടങ്ങിയ വലിയ താരനിര തന്നെ സിനിമയിലുണ്ട്. കണ്ണൂർ സ്വദേശിയായ നടൻ പ്രകാശൻ ചെങ്ങൽ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. നമ്മുടെ പരിസരങ്ങളിലുള്ള നിരവധി കലാകാരന്മാരും സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ചോദ്യം ചെയ്യാൻ ആരും വരില്ല. ജീവനോടെ വേണമെന്നില്ല. ഒന്ന് നാട്ടിടവഴികളിൽ പൂക്കൾ വിരിയിച്ച് കുഞ്ഞുമംഗലത്ത് പുഷ്പോത്സവം. ജനുവരി 11 മുതൽ 20 വരെ നടക്കുന്ന പുഷ്പോത്സവത്തിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് സംഘാടകരായ ഒരുമ കുതിരുമ്മൽ. ഒരു പൂക്കാലത്തിന് വിരുന്നൊരുക്കാൻ കുഞ്ഞിമംഗലം ഒരുങ്ങിക്കഴിഞ്ഞു. ഗ്രാമീണ വഴികളിൽ വ്യത്യസ്തതകൾ മാത്രം സമ്മാനിക്കുന്ന കുഞ്ഞിമംഗലം ഇനി പൂക്കളുടെ വർണ്ണപ്രപഞ്ചം തീർക്കും. ഓരോ ആഘോഷവും ഓരോ ഒത്തുചേരലാണ്. ഒത്തുചേരാനുള്ള വേദികൾ കുഞ്ഞിമംഗലം എന്ന ഗ്രാമത്തിൽ എന്നുമുണ്ട്. കലാ സാംസ്കാരിക രംഗത്ത് വെങ്കലമുദ്ര ചാർത്തിയ കൊച്ചുഗ്രാമത്തിന് പെരുങ്കളിയാട്ട വിശേഷങ്ങൾ പറഞ്ഞു തീരും മുൻപെയാണ് ഫ്ലവർ ഷോ വന്നെത്തിയത്. കുഞ്ഞിമംഗലത്തെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ സജീവ ഇടപെടലുകൾ നടത്തുന്ന ഒരുമ കുതിരുമലാണ് നാട്ടിൻപുറത്തൊരു ഫ്ലവർ ഷോ എന്ന ആശയം നടപ്പാക്കുന്നത്. സാധാരണ നഗരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഫ്ലവർ ഷോകൾക്ക് നാട്ടിൻപുറങ്ങളിലും മികച്ച സ്വീകരണം ലഭിക്കുമെന്ന് ഇവർക്ക് ഉറപ്പാണ്. ഇതാദ്യമായാണ് കുഞ്ഞിമംഗലം പഞ്ചായത്ത് ഇത്തരമൊരു ഉദ്യമത്തിന് ആതിഥ്യമരുളുന്നത്. കലാ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ സജീവ സാന്നിധ്യമായ ഒരുമ കുതിരുമ്മൽ അഭിമാനത്തോടുകൂടി കുഞ്ഞിമംഗലം പഞ്ചായത്തിൽ ആദ്യമായി അവതരിപ്പിക്കുന്ന ഒരു മെഗാ പരിപാടിയാണ് കുഞ്ഞിമംഗലം ഫ്ലവർ ഷോ. ഇതിൽ അമ്യൂസ്മെൻറ്റ് പാർക്ക്, ഫുഡ് കോർട്ട്, അതുപോലെ തന്നെ ചിൽഡ്രൻസ് പാർക്ക്, വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ ഇവയൊക്കെ തന്നെ ഫ്ലവർ ഷോയോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. ഇത് നാട്ടുമ്പുറങ്ങളിൽ സാധാരണ പട്ടണങ്ങളിൽ പോയി കാണുന്ന തരത്തിലുള്ള ഒരു വിപുലമായ രീതിയിലുള്ള ഒരു ഫ്ലവർ ഷോ ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ ഫ്ലവർ ഷോ വിജയിപ്പിക്കുന്ന ആവശ്യമായ എല്ലാവിധ സഹായ സഹകരണങ്ങളും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രായഭേദമന്യേ എല്ലാവരെയും ആകർഷിക്കത്തക്ക വിധത്തിലാണ് ഫ്ലവർ ഷോയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായത്. ജനുവരി 11 മുതൽ 20 വരെ നടക്കുന്ന പുഷ്പോത്സവത്തിൽ വിവിധ സ്റ്റാളുകൾ, ഫുഡ് കോർട്ട്, അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയും എല്ലാ ദിവസങ്ങളിലും കലാ സാംസ്കാരിക പരിപാടികളും ഒരുങ്ങുന്നതായി സംഘാടകർ പറയുന്നു. വൈകുന്നേരങ്ങളിൽ നാടൻപാട്ടും ഇശലുകളും മാജിക് ഷോയും ചെണ്ടമേളവും അരങ്ങേറും. കുഞ്ഞിമംഗലം പഞ്ചായത്ത് മൈതാനിയിൽ ജനുവരി 11 വൈകുന്നേരം 5 മണിക്ക് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ പുഷ്പോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ TV രാജേഷ് MLA അധ്യക്ഷനാകും. കുഞ്ഞിമംഗലം ഫ്ലവർ ഷോ ജനുവരി 11 തുടങ്ങും. മുന്നോടിയായി നടന്ന വിളംബര ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. കുഞ്ഞിമംഗലം പഞ്ചായത്ത് മൈതാനിയിൽ നടക്കുന്ന ഫ്ലവർ ഷോയുടെ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. കുഞ്ഞിമംഗലത്തെ ആദ്യത്തെ പുഷ്പോത്സവത്തിന്റെ പ്രചരണാർത്ഥം നടന്ന വിളംബര ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. കുഞ്ഞിമംഗലം അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച് ആണ്ടാംകോവൽ വഴി പുഷ്പോത്സവ നഗരിയിൽ വിളംബര ഘോഷയാത്ര എത്തിച്ചേർന്നു. ജനുവരി 11 വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സംഗീത സംവിധായകൻ വിദ്യാധരൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ജനുവരി 11 വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സംഗീത സംവിധായകൻ വിദ്യാധരൻ പുഷ്പോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടന ചടങ്ങിൽ TV രാജേഷ് MLA അധ്യക്ഷനാകും. പുഷ്പോത്സവം ജനുവരി 20 സമാപിക്കും. മലബാറിലെ ആദ്യത്തെ പോർട്ട്ഫോളിയോ മോഡലിംഗ് സ്റ്റുഡിയോ 3 പയ്യന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ചലച്ചിത്ര താരം ഷംന കാസിം ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റ് ആഡ് ഫിലിം, നോൺ ലീനിയർ എഡിറ്റിംഗ്, വിഷ്വൽ എഫക്റ്റ്, ഗ്രാഫിക്സ്, വെബ് ഡിസൈനിംഗ്, ലാർജ് ഫോർമാറ്റ് DNP പ്രിന്റിംഗ്, തെർമൽ പ്രിന്റിംഗ്, മഗ് പ്രിന്റിംഗ്, ടീഷർട്ട് പ്രിന്റിംഗ് ഉൾപ്പെടെയുള്ള വിപുലമായ സർവീസുകളാണ് സ്റ്റുഡിയോ 3യിൽ നിന്നും ഉപഭോക്താക്കൾ ലഭ്യമാവുക. മലബാറിലെ ആദ്യ പോർട്ട്ഫോളിയോ മോഡലിംഗ് സ്റ്റുഡിയോയായാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സിനിമോട്ടോഗ്രാഫർമാർ വെഡ്ഡിംഗ് കവറേജിന് നേതൃത്വം നൽകുന്ന മലബാറിലെ ആദ്യ സംരംഭം കൂടിയാണ് സ്റ്റുഡിയോ 3 എന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഗാന്ധി പാർക്കിന് സമീപം MS ഹാളിൽ പ്രവർത്തനം ആരംഭിച്ച സ്റ്റുഡിയോ 3യുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരം ഷംന കാസിം നിർവഹിച്ചു. എൻ്റെ നാടാണ്, ഞാനിവിടെ തൊട്ടടുത്ത് ജനിച്ചു വളർന്ന ആളാണ്, കണ്ണൂർക്കാരിയാണ്.
സോ കണ്ണൂർ നിങ്ങളെല്ലാവരും വളർത്തിക്കൊണ്ടുവന്ന ഡാൻസ് ഇപ്പോഴും തുടരുന്നു. ചെറുതിൽ ഡാൻസ് ചെയ്യുന്നുണ്ട്. എനിക്കൊന്നും ഇവിടെയുള്ള അമ്പലങ്ങളിലൊക്കെ ഞാൻ മിക്ക ഷോസും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ തുടങ്ങി ഇപ്പം ഇവിടെ വരെയായി. ഒരുപാട് സന്തോഷം. നമ്മുടെ നാട്ടിൽ വരുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലിയിലേക്ക് വരുന്നൊരു സന്തോഷമാണ്. അതുപോലെ മോഹൻ സാറിൻ്റെ ഒരു ഫാമിലിയിലേക്ക് വരാൻ പറ്റി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മോഹൻ സാർ എന്നെയൊരു എന്താ പറയുക നല്ലൊരു സാറിൻ്റെ മകളും മകനും ഒക്കെ ചേർന്ന് നടത്തുന്ന സ്റ്റുഡിയോക്ക് ഇനോഗ്രേഷൻ എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വെബ്സൈറ്റ് ലോഞ്ചിങ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവലും സ്വിച്ച് ഓൺ കർമ്മം AKG ഹോസ്പിറ്റൽ പ്രസിഡന്റ് ടി. മധുസൂദനനും നിർവഹിച്ചു. ചടങ്ങിൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ, കൌൺസിലർമാരായ AK ശ്രീജ, M സഞ്ജീവൻ, നന്ദകുമാർ എന്നിവരും മോഹൻ കുപ്ലേരി, സദനം നാരായണനും സംബന്ധിച്ചു. തുടർന്ന് DJ പാർട്ടിയും കലാപരിപാടിയും അരങ്ങേറി. കുഞ്ഞുമംഗലം തെക്കുംപാട് തമ്പാൻ വൈദ്യർ സ്മാരക വായനശാല എന്ന ഗ്രന്ഥാലയത്തിൽ വായനാ വർഷാചരണത്തിന്റെ ഭാഗമായി അലമാരയിൽ നിന്ന് അകത്താരിലേക്ക് സംഘാടക സമിതി രൂപീകരണ യോഗം ജനുവരി 13 വൈകിട്ട് 4:30 നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുപുഴ പഞ്ചായത്തിൽ വീണ്ടും ഭരണമാറ്റം. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുറാണി ജോർജ് രാജിവെച്ചു. ജനുവരി 10 ഇന്ന് വരെയുള്ള ഈ പ്രസിഡന്റ് സ്ഥാനം ഞാൻ രാജിവെക്കുന്നതായിട്ട് അറിയിച്ച സെക്രട്ടറിയെ വ്യാഴാഴ്ച നടന്ന പഞ്ചായത്ത് ബോർഡിന് ശേഷമായിരുന്നു രാജി. കണ്ണപുരം കലാഗ്രാമം പദ്ധതി പാതിവഴിയിൽ നിലച്ചു. കേരള സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ നാടൻ കലകളുടെ സംരക്ഷണത്തിനും ഗവേഷണത്തിനും വേണ്ടി വിഭാവനം ചെയ്ത പദ്ധതി അവതാളത്തിൽ. പ്രദേശം കാടുകയറി മൂടുന്നു. മാട്ടൂൽ തെക്കുംപാട് പ്രദേശം ഉപ്പുവെള്ള ഭീഷണിയിൽ. പ്രദേശത്തെ കൃഷിഭൂമി ഉൾപ്പെടെ ഉപ്പുവെള്ളം കയറി നശിക്കുന്നു. ദേശീയ വെങ്കല ശില്പകലാ ക്യാമ്പിന് സമാപന സമ്മേളനം കേരള ഫോക്ലർ അക്കാദമി ചെയർമാൻ CJ കുട്ടപ്പൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ പിറന്ന ശില്പങ്ങളുടെ പ്രദർശനം വെള്ളിയാഴ്ച നടക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച കാസർഗോഡ് റവന്യൂ ജില്ലാതല അറബിക് ഫെസ്റ്റിൽ ആതിഥേയ ഉപജില്ലയ്ക്ക് കിരീടം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.